ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന പൂക്കളാണ് അഡീനിയം ചെടിയുടേത്. ഈ ചെടിയുടെ തണ്ടുകളിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതെന്നും അതുപോലെ പുതിയ പോട്ടിലേക്ക് നടുന്ന രീതിയുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ ചെടികളുടെയും തണ്ടുകൾ മുറിച്ച് നേരെ മണ്ണിലേക്ക് വെച്ചാൽ അത് എളുപ്പത്തിൽ കിളിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ. ഈ അവസരത്തിൽ നമുക്ക് എയർ ലെയറിംഗ് മെത്തേഡിൽ മാതൃസസ്യത്തിൽ തന്നെ കമ്പുകളെ നിർത്തി അതിൽ വേര് പിടിപ്പിച്ചെടുക്കുന്ന രീതിയാണിത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. മാതൃസസ്യത്തിൻ്റെ നല്ല വലിപ്പമുള്ളതും പൂർണ്ണ വളർച്ചയെത്തിയതുമായ തണ്ടുകൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കത്തി ഉപയോഗിച്ച് 1 ഇഞ്ച് നീളത്തിൽ തണ്ടിലെ തൊലി ചുറ്റിലും ചീകിക്കളയുക. പച്ചത്തൊലി നിലനിർത്താതെ വേണം ഇത് ചെയ്യുവാൻ, അല്ലെങ്കിൽ എയർ ലെയറിംഗ് വിജയിക്കുകയില്ല. ഇത് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30-35 ദിവസത്തിനുള്ളിൽ തണ്ടുകളിൽ വേര് പിടിക്കുന്നതാണ്. ഇത് എല്ലാ ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും തണ്ടുകളിൽ ചെയ്യാവുന്നതാണ്. ഫലവൃക്ഷങ്ങളിൽ എയർ ലെയർ ചെയ്യുമ്പോൾ ഫലങ്ങൾ തന്ന വൃക്ഷങ്ങളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. അടുത്തതായി ഒരു പ്ലാസ്റ്റിക് കപ്പ് എടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ പകുതി കട്ട് ചെയ്തതും എടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. മഴ സമയങ്ങളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഉത്തമം. ചൂട് സമയങ്ങളിൽ കപ്പുകളിൽ നനച്ചു കൊടുക്കുവാനും എളുപ്പമാകും. ഇതിൽ നനവ് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ചെടിയുടെ തണ്ടുകൾ കപ്പിനുള്ളിലേക്ക് കടത്തുന്നതിന് വേണ്ടി കപ്പിൻ്റെ സൈഡും ബോട്ടം ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കറ്റാർവാഴയുടെ തണ്ടിൻ്റെ ചെറിയ പീസ് എടുത്ത് ഒരു ഭാഗം കട്ട് ചെയ്ത് ചെടിയുടെ തണ്ടിലെ തൊലി കളഞ്ഞ ഭാഗത്ത് അലോവേരയുടെ ജെല്ല് വരത്തക്ക രീതിയിൽ വാഴനാർ ഉപയോഗിച്ച് കെട്ടിവെക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ് എടുത്ത് ചെടിയുടെ തണ്ട് സാവധാനം കപ്പിനുള്ളിലേക്ക് കടത്തി വെക്കുക. അതിനുശേഷം മുറിച്ച കപ്പിൻ്റെ ഭാഗം നല്ലപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനിയും ഇതിലേക്ക് ജൈവവളം ഏതെങ്കിലും മണ്ണുമായി മിക്സ് ചെയ്തെടുത്ത് കപ്പിലേക്ക് ആവശ്യത്തിന് നിറച്ചെടുക്കുക. അതിനുശേഷം കപ്പിലെ മണ്ണിൻ്റെ ഈർപ്പം കുറയുന്നതിന് അനുസരിച്ച് സ്പ്രെയർ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുക. തണ്ടുകൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. 35 ദിവസങ്ങൾക്ക് ശേഷം എയർ ലെയർ ചെയ്തത് വിജയിച്ചോ എന്ന് നോക്കാം. സാവധാനം തണ്ടിന് കൊടുത്തിരിക്കുന്ന സപ്പോർട്ടുകളും കപ്പിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പുകളും അഴിച്ചെടുക്കുക. കപ്പിലെ മണ്ണ് മാറ്റിയപ്പോൾ തണ്ടിൽ വേര് വന്നതായി കാണാവുന്നതാണ്. വേരുകൾ പോകാതെ കട്ടർ ഉപയോഗിച്ച് തണ്ട് മുറിച്ചെടുക്കുക. അടുത്തതായി പുതിയ പോട്ടിലേക്ക് മുറിച്ചെടുത്ത തണ്ട് നടുന്ന രീതിയാണ് കാണിക്കുന്നത്. അഡീനിയം ചെടി വളരുന്നതിന് അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് റീപോട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ജൈവവളം മണ്ണുമായി മിക്സ് ചെയ്തെടുത്ത് പോട്ടിൻ്റെ കുറച്ച് ഭാഗം നിറച്ചെടുക്കുക. അതിലേക്ക് മുറിച്ചെടുത്ത തണ്ട് സാവധാനം വേര് പോകാതെ നടുക. അതിനുശേഷം കരിക്കട്ടകളും തൊണ്ടിൻ്റെയും ഓടിൻ്റെയും കഷ്ണങ്ങളും ആവശ്യത്തിന് നിറച്ചെടുക്കുക. അതിനുശേഷം പോട്ട് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.